എടാ പരമാ രമണ സുഗുണ ഓടി വാടാ ഒരു കോൾ ഒത്തടാ. ഇനി മുതലാണ് ലാൻസ് നായക് മുകുന്ദൻ മേനോന്റെ തനിനിറം കാണാൻ പോകുന്നത്. ഇനി ഞാൻ വേറെ ഒരാളെ കെട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോ അത് ഉപേക്ഷിക്കായിരിക്കും. ചെറ്റത്രം പറയാടോ, അല്ലേലും തന്റെയൊക്കെ വായന ഇതല്ലേ പ്രതീക്ഷിക്കാവൂ. കെട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു പകരക്കാരൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ചവിട്ടുകൊട്ടല്ലോ. അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ്. സംസ്കാരം ഇല്ലായ്മയെന്നും പറയാം. ചവിട്ടുകൊറ്റ എഴുതുന്നല്ല പറഞ്ഞത്. സുധി എന്നുള്ള പേര് ഞാൻ ഉപേക്ഷിക്കും. സമ്മതിച്ചേ? ആണല്ലോ. രേണു സുധി എന്നുള്ള പേര് ഉപേക്ഷിക്കണം. ഞാൻ വേറെ ആളെ കെട്ടണം. ഇത് അതിലും ബെസ്റ്റ്. അയ്യേ അയ്യയ്യേ. ഇതുവരെ ഞാൻ ഫോട്ടോ പുതിയ ഒരാൾ വന്നു കഴിഞ്ഞാൽ സൂചിച്ചാന്റെ ഫോട്ടോ ചവിട്ടുകറ്റ ഞാൻ എറിയത്തില്ല. എനിക്കത് കേട്ടാ മതി. അത് എപ്പോഴും എന്റെ കൂടെ തന്നെ കാണും. അത് അംഗീകരിക്കുന്ന ആളെ ഞാൻ കെട്ടത്തുള്ളൂ. ഭയങ്കരി, ഇതിപ്പോ കടുവായ കിടുവ പിടിച്ചതുപോലെ അംഗീകരിക്കുന്ന ആളെ കെട്ടത്തുള്ളൂ. അത്രേ ഉള്ളൂ. സത്യത്തിൽ ഈ കോമാളിത്തരങ്ങളൊക്കെ ഈ രേണു കാണിക്കുമ്പോ സുധിച്ചേട്ടൻ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ, അദ്ദേഹത്തിന് ആത്മാവ് വേദനിക്കത്തില്ല. പല കാര്യങ്ങളും ഉണ്ട് എനിക്ക് ഇവിടെ. അളിയനായാലൊന്നും തലയിടണ്ട. മനസ്സിലായോടാ പന്ന പരട്ട പന്നി. അദ്ദേഹത്തിന്റെ ആത്മാവ് എന്തിനാണ് വേദനിക്കുന്നത്? ഞാൻ കോമാളിത്തരം കുപ്രസിദ്ധനല്ലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഓർത്ത് കലാകാരന്മാർ കരഞ്ഞത്. ഇവിടെ തർക്കശാസ്ത്രത്തിൽ PhD എടുത്തവളാണ്, പറഞ്ഞു ജയിക്കാൻ പറ്റൂല. ജനങ്ങൾ കരഞ്ഞത്. പക്ഷെ രേണുസുതി ഓർത്ത് ആരും കരയത്തില്ല. മനസ്സിലായോ? കരയണോന്ന് ഞാൻ പറഞ്ഞു. മണ്ണിട്ടടിഞ്ഞാലും ആരും കരയണ്ട. കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.